ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം മലേഷ്യയിലെ ജെൻഡിങ് ഹൈലാൻഡിലാണ് ഉള്ളത് കേട്ടോ. ജെൻഡിങ് ഹൈലാൻഡിലെ ഗ്രാൻഡിയോൺ ഡെലമൻ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇതാണ് ഹോട്ടലിൻ്റെ വ്യൂ. നല്ല 5 സ്റ്റാർ ഹോട്ടലാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഹോട്ടലാണ് കേട്ടോ. നല്ല അടിപൊളി കാറുകളൊക്കെ ഇതിലേ വന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ താമസിക്കാൻ വന്ന ആളുകളുടെ കാറുകളാണ്. അപ്പം ഫുള്ള് കോട മൂടി കിടക്കുവാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ഫ്രണ്ടിൽ മനോഹരമായ ശില്പങ്ങളും നിറയെ പൂക്കളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ദൂരേക്കൊക്കെ നോക്കുമ്പോൾ ഫുള്ള് കോട മൂടി കിടക്കുന്ന കാഴ്ചയാണ്. നല്ല മനോഹരമാണ് കേട്ടോ ആ കാഴ്ച. കണ്ടോ, കോട കണ്ടോ? ഇതാണ് ഹോട്ടലിൻ്റെ കോറിഡോറ്. നമ്മൾ ഫ്രഷായ ശേഷം നൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇതാണ് ഫ്രണ്ടിലെ വ്യൂ. 5 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് തന്നെ അകത്തോട്ട് കയറുന്നതിനും ഇറങ്ങുന്നതിനൊക്കെ ഭയങ്കര സുരക്ഷയാണ് കേട്ടോ. 2 കാർഡുകളൊക്കെയാണ് നമുക്ക് റൂം തുറക്കാനായിട്ട് തരിക. 7 ബ്ലോക്കാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഓരോ ബ്ലോക്കിലും നിരവധി റൂമുകളാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോ ബ്ലോക്കിലുള്ളവർക്ക് സെപ്പറേറ്റ് റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളത് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇപ്പം ഇത് വേറെ ഏതോ ബ്ലോക്കിലുള്ളവർക്കുള്ളതാണ്. നല്ല മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നല്ല ഭംഗിയുള്ള ശില്പങ്ങളും പിന്നെ വാട്ടർ ഫൗണ്ടനുകളും എല്ലാം കാണുന്നുണ്ട്. എല്ലാം കോട മൂടി കിടക്കുന്ന തണുപ്പും പിന്നെ ഈ ഭംഗിയുള്ള കാഴ്ചകളും നല്ല മനോഹരമായിരുന്നു കേട്ടോ ആ രാത്രി കാഴ്ച. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ വാട്ടർ ഫൗണ്ടനുകളാണ്. റൂമുകളിലെല്ലാം ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ടല്ലേ. താഴെയുള്ള ഈ കാഴ്ചകളും ആ റൂമിൽ നിന്നുള്ള വ്യൂ എല്ലാം കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയി അനുഭവിച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾക്കുള്ള റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് മലേഷ്യൻ ഡിന്നറാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ ഫുഡ് പോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഫിഷും ചിക്കനും മുട്ടയും എല്ലാം ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ട്. പക്ഷെ ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ആ തണുപ്പും ഫുഡും ഞങ്ങൾ നന്നായി ആസ്വദിച്ചു. പിന്നെ കാലത്തായി ഞങ്ങൾ റെഡിയായി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തലേ ദിവസത്തെ രാത്രിയിലേക്കാൾ കൂടുതലായിട്ട് കോടയും മഞ്ഞുമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ട്, ചെറിയ മഴയും ഉണ്ട് കേട്ടോ. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ, ഓരോ ബ്ലോക്കിലുള്ളവർക്കുള്ളത്. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം റിസപ്ഷനിലോട്ട് വന്നു. ഇതാണ് റിസപ്ഷൻ്റെ വ്യൂ. അപ്പം എല്ലാവരും അവിടെ റെഡിയായി വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെയുള്ള കാഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളിനി തിരിച്ച് താഴേക്ക് മലേഷ്യയിലെ ടൗണിലേക്ക് തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ഇന്ന് തന്നെ ഞങ്ങൾ വൈകിട്ട് തിരിച്ച് പോവുകയാണ്, കേരളത്തിലോട്ട് വരികയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ജെൻഡിങ് ഹൈലാൻഡിലെ ഏറ്റവും ഹൈറ്റുള്ള ഹോട്ടലിൽ ഒരു ദിവസത്തെ നൈറ്റ് സ്റ്റേ, അതാണ് നമ്മുടെ ടൂർ പാക്കേജിലുള്ളത്. ഇനി നമ്മൾ കൊലാലംപൂർ സിറ്റിയിലോട്ട് ഇറങ്ങുവാണ്. അപ്പം അവിടെ ഒരുപാട് കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് പോകാനുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ എല്ലാം കൂട മൂടി കിടക്കുവാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം നല്ല കാഴ്ചകളാണ്, മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അനൂപ് അല്ലേ, നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് നമ്മുടെ കൂടെ വന്ന അനൂപ് സാബുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വിഷയയിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഈ ടൂർ പാക്കേജ് അല്ലെങ്കിൽ ഈ ടൂറിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു പറച്ചിലായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പം അതിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളും നന്നായിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യാനുണ്ടോ എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും അത് കുറച്ച് പറഞ്ഞു. കൂട്ടത്തിൽ കുറച്ച് കലാവാസനയുള്ളവരെല്ലാം കുറച്ച് പാട്ട് പാടുകയും തമാശകൾ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് മലേഷ്യയിലെ താഴേക്കുള്ള വ്യൂസ്. പിന്നെ ഇവിടെ നമ്മളെ പോലെ വാട്ടർ ടാങ്കുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലുള്ളത് പോലുള്ളത്. ഇത് നോക്ക്, വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ്. നിരവധി കെട്ടിടങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഓവർ ബ്രിഡ്ജുകളാണ് ആ മേളിൽ കാണുന്നത് കേട്ടോ. എല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ബ്രിഡ്ജുകളാണ് കാണുന്നത്. എന്തിനെക്കുറിച്ചുള്ള ബിൽഡിംഗ് ആണെന്ന് അറിയുന്നില്ല. നമ്മളിതാ കൊലാലംപൂർ സിറ്റിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുവാണ്. ഇതാ പെട്രോണാസ് ടവർ നമുക്ക് ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ സ്റ്റാർബക്സ് എന്ന ഷോപ്പിംഗ് മാളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് 2 മണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നടക്കാം, അതല്ലെങ്കിൽ റിഫ്രഷ്മെൻ്റ് ആവാം. അങ്ങനെ കരുതിയാണ് ഇവിടെ 2 മണിക്കൂർ അനുവദിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഷോപ്പിംഗ് മാളിൻ്റെ വ്യൂ. ഒരുപാട് നിലകളുള്ള വലിയൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ.
ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് പറയുന്നത് പോലെ മേളിലേക്ക് പോകും തോറും നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ വില കുറഞ്ഞു വരും. അപ്പം മേളിലെ ഷോപ്പുകളിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ ആളുകൾ കയറാനുള്ളൊരു ട്രിക്കാണ് ഇവരുടെ. ഒരേ സാധനത്തിന് തന്നെ മേളിലൊരു കുറഞ്ഞ റേറ്റും താഴെയുള്ള ഷോപ്പുകളിൽ വില കൂടുതലും ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പം നല്ലൊരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. അപ്പം നമ്മൾ മലേഷ്യൻ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് മോളെ ഇവിടെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് നല്ലൊരു ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല വെറൈറ്റി ഐസ്ക്രീമുകളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുട്ടികൾക്ക് കുറച്ച് ടോയ്സ് ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഇട്ടേക്കാം. പിന്നെ ഞങ്ങൾ അനൂപിൻ്റെ ബർത്ത്ഡേ ഒന്ന് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയ ഹോട്ടലിൽ സെലിബ്രേറ്റ് ചെയ്തു. കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി അങ്ങനെ എല്ലാവരും കേക്കൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ടൂർ പോയിരുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ വരുമ്പം അതൊക്കെ ആഘോഷിക്കുന്നത് രസമല്ലേ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ആഘോഷിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നല്ല അടിപൊളി ബിരിയാണിയും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. നമ്മളെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നല്ല അടിപൊളി കാറുകളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിന് മുമ്പിൽ നിന്നൊക്കെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇനി നമ്മൾ പുത്രജയയിലോട്ടാണ് പോകുന്നത്. ഈ പുത്രജയ എന്ന് പറഞ്ഞാൽ മലേഷ്യയുടെ ക്യാപിറ്റൽ കൊലാലംപൂർ ആണെങ്കിലും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിറ്റി പുത്രജയയാണ്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായ പുത്രജയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ എന്താ പറയുക, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ബസ്സുകളും ഗ്യാസിലോടുന്ന വാഹനങ്ങളൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഈ പുത്രജയയിലേക്ക് പോകുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മളിപ്പം സെറി വവാസൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു ബ്രിഡ്ജിന് മുകളിലോട്ടാണ് കയറിയിരിക്കുന്നത് കേട്ടോ. ഒറ്റ തൂണിൽ നിറയെ വടങ്ങൾ കെട്ടിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. ഇത് വൈ ഷേപ്പ്ഡ് ബ്രിഡ്ജ് എന്നോ സെയിലർ ഷിപ്പിൻ്റെ ആകൃതിയുള്ളൊരു ബ്രിഡ്ജ് എന്നൊക്കെ പറയാം. 315 ഫീറ്റ് അഥവാ 96 മീറ്റർ ഉയരമുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. 240 മീറ്ററാണ് ഇതിൻ്റെ നീളം. മലേഷ്യയിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്കുള്ള ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പം എന്താ പറയുക, ഒരു പാലം പണിത് വെക്കുന്നത് പോലെ ഒരു ടൂറിസം ആയിട്ടാണ് അവിടെ കാണുന്നത്. എല്ലാവരും മലേഷ്യ വരുന്ന എല്ലാവരും ഈ പാലത്തിൽ വന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടേ പോവാറുള്ളൂ കേട്ടോ. ഇനി താഴേക്കൂടെ ഒഴുകുന്നത് പുത്രജയ ലേക്കാണ് കേട്ടോ. ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. ഈ പാലത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലും വേറൊരു പാലം കൂടിയുണ്ട്. ഈ രണ്ട് പാലത്തിന് ഇടയിലായിട്ടാണ് ഈ ലേക്ക് ഉള്ളത്. 2003 ഈ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തത്. ഇനി റൈറ്റ് സൈഡിൽ ഈ പുത്രജയ ലേക്കിന് സമീപത്തായിട്ട് ഇവിടുത്തെ രാജാവിൻ്റെ റെസ്റ്റിംഗ് പ്ലേസും പിന്നെ ഒരു മോസ്കും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും എല്ലാം കാണുന്നുണ്ട് കേട്ടോ. അങ്ങ് റൈറ്റ് സൈഡിൽ നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് കണ്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ പാലത്തിലേക്ക് ഇറങ്ങി കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു മോസ്കാണ് കേട്ടോ. അത് 80% സ്റ്റീൽ കൊണ്ട് മാത്രം നിർമ്മിച്ച ഒരു മോസ്കാണ് ആ കാണുന്നത്. ഞങ്ങളവിടെ കാഴ്ചകളൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ആ ലേക്കിന് സമീപത്തായിട്ട് 3 ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് കണ്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒരു ക്ലോക്ക് ടവർ പോലെ കാണുന്ന ബിൽഡിംഗ് ആണ് രാജാവിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ഉള്ള പാലസ്. പിന്നെ മോസ്കും പിന്നെ റൈറ്റ് ഒരു ഗ്രീൻ കളർ കാണുന്നതാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസും കേട്ടോ. ഇവിടെ ഫുൾ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയകളാണ്. ഈ കാണുന്ന ബിൽഡിംഗ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെയാണ് കേട്ടോ. ABC എന്നാണ് അറിയപ്പെടുക. അങ്ങനെ നമ്മൾ പുത്രജയയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൂരെ ആ ലേക്കിന് സമീപത്ത് കണ്ടില്ലേ, അവിടത്തേക്കാണ് പോകുന്നത്. ഈ റെഡ് ലൈൻ കണ്ടോ, ഈ റെഡ് ലൈൻ സൈക്ലിംഗ് ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ. ഈ ലൈനിൽ കൂടെ മാത്രം സൈക്ലിംഗ് ചെയ്യുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവർ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സമ്മാനങ്ങളെല്ലാം ഏർപ്പെടുത്താറുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യുക, ജനങ്ങളുടെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുക, അതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, പൊടിയിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും എല്ലാം പ്രകൃതിയെ സംരക്ഷിക്കുക. അങ്ങനെ 2-3 ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ സൈക്ലിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത്തരമൊരു റോഡ് തന്നെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. 302 മീറ്റർ നീളമുള്ള മറ്റൊരു പാലത്തിന് മേളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അടുത്തായിട്ട് രാജാവിൻ്റെ പാലസും ഈ മോസ്കും പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസും എല്ലാം കാണാൻ കഴിയും.
ലൈറ്റ് സിറ്റി, ഗാർഡൻ സിറ്റി, ഇന്റലിജന്റ് സിറ്റി എന്നൊക്കെയാണ് ഈ പുത്രജയയുടെ നിക്നെയിം ഉള്ളത് കേട്ടോ. ഈ പേരിലൊക്കെ പുത്രജയ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഇതൊരു വലിയ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് വളരെ സെക്യൂരിറ്റി ആയിട്ടുള്ള സ്ഥലവുമാണ്. ഇവിടെ വലിയൊരു റൗണ്ട് എബൌട്ട് ഉണ്ട് കേട്ടോ. അപ്പം അതിന് നമ്മളൊന്ന് ചുറ്റി കറങ്ങി പോകാൻ പോവുകയാണ്, അല്ലാതെ നമ്മളിവിടെ ഇറങ്ങുന്നില്ല. ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോലെ തന്നെ വലിയൊരു ഗേറ്റ് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ മുൻപിലായിട്ട്. ഫെഡറൽ ടെറിട്ടറി എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്നുമാണ് പുത്രജയ അറിയപ്പെടുന്നത്. 13 സ്റ്റേറ്റുകളാണ് മലേഷ്യയിലുള്ളത്. ആ 13 സ്റ്റേറ്റുകളുടെയും ഫെഡറൽ സ്റ്റേറ്റിന്റെയും പിന്നെ നാഷണൽ ഫ്ലാഗും അങ്ങനെ 15 ഫ്ലാഗുകളാണ് ആ ചുറ്റുമായി കാണുന്നത്. ആ ഗ്രീൻ കളറിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കേട്ടോ. അപ്പം നമ്മൾ ഈ റൗണ്ട് അബൌട്ട് ചുറ്റി പോവുകയാണ്. നമ്മൾ നേരത്തെ കയറി വന്ന സെറി വവാസം ബ്രിഡ്ജിലൂടെ തന്നെയാണ് തിരിച്ചും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ആ 80% സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ആ മോസ്ക് കാണുന്നുണ്ട്. ഇനി നമ്മൾ സൈബർ ജയയാണ് ക്രോസ് ചെയ്യുന്നത്. ഈ സൈബർ ജയയും പുത്രജയയും ട്വിൻ സിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത്. പുത്രജയ ഡ്രൈഡ് സ്റ്റേറ്റ് ആണ്, കാരണം അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആണല്ലോ. പക്ഷെ സൈബർ ജയ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അവിടെ ലിക്കർ പോലുള്ള എല്ലാം ഉപയോഗിക്കാൻ കഴിയും. സൈബർ ജയ എന്ന് പറഞ്ഞാൽ അത് അവരുടെ എന്താ പറയുക ടെക്നോളജി ഡെവലപ്മെന്റ്സിന്റെ ഒരു സെന്റർ ആണ് കേട്ടോ. ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പുൽമേടുകളും അല്ലെങ്കിൽ നല്ല പച്ചപ്പുമാണ് കാണാൻ സാധിക്കുക. നമ്മൾ അങ്ങനെ മലേഷ്യൻ എയർപോർട്ടിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്കിങ്ങിനും കാര്യങ്ങൾക്കായിട്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പം എയർപോർട്ടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബസ്സിൽ നിന്ന് എല്ലാവരും ലഗേജസ് ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ചെക്കിങ്ങിന് പോവുകയാണ്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകളിൽ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെയായിരുന്നു. രാവിലെ ഒരു 8 മണി 7:30 മുതൽ രാത്രി 10 മണി വരെയും നമ്മൾ ഒന്നിച്ച് തന്നെ ആയിരിക്കും. ഉറങ്ങാൻ വേണ്ടി മാത്രമേ റൂമിൽ പോവാറുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ടൂറ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം നമുക്ക് ആ കണ്ട കാഴ്ചകളൊക്കെ വളരെ നല്ല അമൂല്യമായിട്ടുള്ളൊരു സമ്പത്തായിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ. അപ്പോൾ അതൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മളിനി ചെക്കിങ്ങിനായിട്ട് അകത്തോട്ട് കയറുവാണ്. ഇതാണ് മലേഷ്യൻ എയർപോർട്ടിൻ്റെ വ്യൂ. ഒരു വലിയ എയർപോർട്ടൊന്നുമല്ല, എങ്കിലും കൊള്ളാം. കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിന്റെ പേര്. സെലംഗു സ്റ്റേറ്റിലെ സെപ്പാങ് എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കൊലാലംപൂർ സിറ്റിയിൽ നിന്ന് 45 കിലോമീറ്റർ സൗത്ത് ആയിട്ടാണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1998 ഈ എയർപോർട്ട് ഇവിടെ സ്ഥാപിച്ചത്. കുട്ടികളെല്ലാം ബാക്കിയുള്ള സമയം പരമാവധി കളിച്ചുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടിയല്ലേ ഉള്ളൂ എല്ലാവരും ഒന്നിച്ച്. അപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികൾ നല്ല ഫ്രണ്ട്ലി ആയായിരുന്നു. അപ്പം നമ്മുടെ ഫ്ലൈറ്റാണ് ആ കിടക്കുന്നത്. അവിടത്തേക്കുള്ള വാക്ക് വേ ആണ് ആ കാണുന്നത്. ഇനി നമ്മുടെ ലഗേജസ് എല്ലാം അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പം അതെല്ലാം കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഇതാ വേണം നമുക്കിനി. നമ്മളപ്പോൾ മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ നിന്ന് കേരളത്തിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, നമ്മൾ ഈ മലേഷ്യൻ ഫ്ലൈറ്റിൽ സിംഗപ്പൂരിലോട്ടാണ് പോകുന്നത്. അവിടെ നിന്നാണ് സിംഗപ്പൂർ എയർലൈൻസിലാണ് നമ്മൾ കേരളത്തിലോട്ട് വരുന്നത്. അപ്പം നമ്മുടെ സമയം ആയിക്കഴിഞ്ഞാൽ നമ്മളിനി വാക്ക് വേയിലൂടെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുവാണ്. So I also please adjust. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ സമയം എടുക്കുന്നതേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൈകാര്യം ചെയ്യുന്നത് പോലെ അടുത്തടുത്തന്നെ സീറ്റുകളെല്ലാം കിട്ടിയിരിക്കുന്നത്. അത്ത അവിടെ തന്നെയുണ്ട്. മലേഷ്യയെ പിന്നിലാക്കിക്കൊണ്ട് അവിടെ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ മനോഹരമായ അനുഭവങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും പറന്നു തുടങ്ങി. ഇനി നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. നമ്മൾ ഈ വാക്ക് വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇത് ട്രാവലേറ്റർ എന്നാണ് പറയുക. ഇതിൽ ജസ്റ്റ് കയറി നിന്നാൽ മതിയാവും കേട്ടോ. അപ്പം അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ദുബായിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ദുബായ് മോളിൽ വെച്ച് ഈ ട്രാവലേറ്ററിൽ കയറിയത്. അന്ന് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ.
ഞങ്ങളിപ്പം A1 എന്നുള്ള ടെർമിനലിലാണ് വന്ന് ഇറങ്ങിയത്. ഇത് ഞങ്ങൾക്ക് A9 വരേണ്ടത്. നല്ലൊരു ദൂരം നടന്നിട്ടാണ് ഞങ്ങൾ A9 എത്തിയത്. സിംഗപ്പൂർ എയർലൈൻസ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ മികച്ച ഒരു എയർപോർട്ടാണ്. അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചെക്കിങ്ങിനുള്ള ഏരിയ ആണ് ഇവിടെ. അവിടെ ഓഫീസേഴ്സ് ഒന്നും എത്തിയിട്ടില്ല. ഇനി ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതൊന്നും വീഡിയോ എടുത്തില്ലായിരുന്നു. ഇനി എയർപോർട്ടിൽ എയർലൈൻസിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം വലിയൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് സിംഗപ്പൂർ എയർപോർട്ട്. അപ്പം ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ ഫ്ലൈറ്റിനകത്ത് കയറി. അപ്പം അവിടുത്തെ ഫ്ലൈറ്റിനകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഞങ്ങളെല്ലാവരും അടുത്തടുത്തുള്ള റോയിൽ തന്നെയാണ്. ഞാനും കുട്ടികളും ഒരു റോയിൽ, സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ് ഇരുന്നത്. നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ് സിംഗപ്പൂർ എയർലൈൻസിൻ്റേത് കേട്ടോ. ആഗ്രഹമാണ് കേട്ടോ ഒരു എയർ ഹോസ്റ്റസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അത് ഞങ്ങൾക്ക് ഈ സിംഗപ്പൂർ എയർലൈൻസിൽ നിന്ന് സാധിച്ചു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തോടു കൂടി ഞങ്ങളിനി തിരിച്ചിറങ്ങാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാനായി. രാത്രി 12:20 കേട്ടോ കൊച്ചിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത്. അപ്പം അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാം റെഡിയായി, ബാഗ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശനിയാഴ്ച. ഹായ്, ബൈ ബൈ ബൈ. 1-ാം തീയതി ശനിയാഴ്ച 1-ാം തീയതി രാവിലെ, അതായത് 12:20 സമയം. It's time to say goodbye. എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ബാഗേജൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു എല്ലാവരും പോയി കഴിഞ്ഞോ? അപ്പൊ യാത്രാ സ്നേഹി അത് ഇടും. നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ സിംഗപ്പൂർ യാത്ര മനോഹരമായി അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ ബാഗേജെല്ലാം കാറിൽ വെച്ചിട്ട് ഇന്ന് വീട്ടിലേക്ക് പോവാണ്. രാത്രി 12:30-1 മണി ആയി സമയം. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ക്ഷീണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ യാത്ര ഇതോടെ അവസാനിച്ചു. ബൈ. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട് ഫ്രം സിംഗപ്പൂർ ആൻഡ് മലേഷ്യ വീഡിയോ. ബൈ. ഞങ്ങളുടെ സിംഗപ്പൂർ മലേഷ്യ യാത്ര ഇത്രയും മനോഹരമാക്കി തന്ന ബെന്നീസ് റോയൽ ടൂർസിനും ഞങ്ങളെ അക്കമ്പനി ചെയ്ത ശ്രീ അനൂപ് സാബുവിനും ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. ജീവിതം കളർഫുള്ളാക്കാൻ ഇനിയും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.